അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ, ഇപ്പോൾ താങ്കൾ പറയുന്നതനുസരിച്ച് നമുക്ക് വീണ്ടും ഒരു വെളിച്ചം ഇതിൻ്റെ വഴിയിൽ നമ്മൾ കണ്ടിരിക്കുകയാണ്. അവർ ഈ ദയാധനം സ്വീകരിക്കാം എന്നൊരു മാനസിക നിലയിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ജവാദ് മുസ്തഫ വി പറയുന്നത് ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ചർച്ചകളിൽ പ്രതീക്ഷ അർപ്പിക്കാം അല്ലേ? തീർച്ചയായും ഈ വരും ദിവസങ്ങളിൽ തന്നെ കേരളം ഒട്ടാകെ കാത്തിരിക്കുന്ന ആ വാർത്തകൾ തൊട്ടടുത്ത മണിക്കൂറുകളിലോ തൊട്ടടുത്ത ദിവസങ്ങളിലോ നമുക്ക് പ്രതീക്ഷിക്കാം. അത്തരത്തിലുള്ള ഒരു സമീപനത്തിലേക്ക് തന്നെയാണ് ചർച്ചകൾ മുന്നേറുന്നത്. അതിന് ഈ പറയുന്ന കേരളീയ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ മത സാമുദായിക മേഖലകളിൽ നിന്നൊക്കെ നമുക്ക് അഭേദ്യമായ പിന്തുണയാണ് ലഭിച്ചിട്ടുള്ളത്. മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് നിസ്സീമമായ പിന്തുണയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഒരു പരിധിവരെ അവർക്ക് ചെയ്യാൻ സാധിക്കാവുന്ന പിന്തുണകൾ അവരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നിസ്സീമമായ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചേർന്ന് നടത്തിയ ഈ പ്രവർത്തനങ്ങളെ നമുക്ക് ഒറ്റക്കെട്ടായി നിമിഷയുടെ അമ്മയ്ക്കും അതോടൊപ്പം തന്നെ കുഞ്ഞിനും ഒക്കെ നീതി ലഭിക്കാവുന്ന, അവർക്ക് നീതി ഉറപ്പാക്കാവുന്ന തരത്തിലേക്ക്, അവർക്ക് സന്തോഷമുള്ള ഒരു ഭാവി ജീവിതം ഉണ്ടാകാവുന്ന തരത്തിലേക്ക് നിമിഷയെ കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വരുന്ന ദിവസങ്ങൾ അനധിവിദൂരമല്ല എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഈ അവസരത്തിൽ പങ്കുവയ്ക്കാനുള്ളത്.